ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീടും തൊടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലവ്ലോലിക്ക കൊണ്ട് ഒരു നല്ല അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പേ ഞാൻ ലവ്ലോലിക്ക വൈൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇങ്ങനത്തെ വിളവുകളെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ടേക്ക് പോവാം. എങ്ങനെ നല്ല സ്വാദിഷ്ടമായ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു ലവ്ലോലിക്ക അച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ ഇത് കേടുകൂടാതിരിക്കും. ആദ്യം നമ്മൾ ഈ ലവ്ലോലിക്ക നന്നായി കഴുകിയെടുക്കുക. ഇതിപ്പോൾ തൊടിയിൽ നിന്ന് പറിച്ചെടുത്താണെങ്കിലും ഇപ്പോൾ കുറേ പൊടികൾ ഇതിനകത്തുണ്ടാവും, അന്തരീക്ഷത്തിലെ പൊടികളുണ്ടാവും. അതെല്ലാം നമ്മൾ നന്നായി വൃത്തിയായി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഈ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെക്കണം. ഈ ലവ്ലോലിക്കയിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ളൊരു കമ്പി കൊണ്ടോ ചെറിയ ചെറിയ കുത്തുകൾ ഇടണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതിൽ ചേർക്കുന്ന അരപ്പുകളൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം. അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കടുക് താളിക്കാം. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പുപൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കരിയാതെ സൂക്ഷിക്കണം, പ്രത്യേകം സൂക്ഷിക്കണം. ഇത് ഒരു നല്ല മണം വരുന്ന ഒരു മൂക്കലും പരുവാകുമ്പോൾ ഇതിലേക്ക് ലവ്ലോലിക്ക ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി വരട്ടുക. പത്ത് മിനിറ്റ് വരട്ടിയ ശേഷം നമ്മുടെ ലവ്ലോലിക്കയുടെ തൊലിക്ക് ഒരു ചെറിയ വ്യത്യാസം കാണാൻ പറ്റും. അതായത് ചെറുതായി ഇങ്ങനെ ചുളുങ്ങുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ആ സമയം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇതാണ് എൻ്റെ ഒരു പരുവം. ഈ രീതി ചെയ്യുമ്പം ലവ്ലോലിക്ക വേവേണ്ട ആവശ്യമില്ല. അതായത് ഇതൊരു നന്നായി വരണ്ടാൽ മതി. ആ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് അനുവദിക്കാം. നന്നായി തണുത്ത ശേഷം ഇതൊരു ഉണങ്ങിയ കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ നമുക്കിട്ട് സൂക്ഷിക്കാം. അതേപോലെ നന്നായി അടച്ച് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ അധികം ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ഒന്നുമേ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. അതുപോലെ തന്നെ എണ്ണയിലാണ് ഇത് ഫുൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നമ്മൾ നന്നായി ഉണങ്ങിയ പാത്രത്തിലോ അടച്ച് സൂക്ഷിച്ചാൽ കുറേ നാളിത് നല്ലപോലെ ഇരിക്കും. കാരണം ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വളരെ രുചികരമാണ്. ഇത് നിങ്ങളെല്ലാം തയ്യാറാക്കി നോക്കൂ.